ഹലോ ചങ്ങായിമാരെ, കുറച്ച് കാലത്തൊരാഗ്രഹമായിരുന്നു മസനഗുഡി വഴി ഊട്ടി കിന്നക്കോര സോളോ റൈഡ്. വൈഫിൻ്റെ അപ്രൂവലിനൊക്കെ വേണ്ടി കാത്തുനിന്ന് കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ മഴയൊക്കെ ഒന്ന് വരട്ടെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞാൻ ബാംഗ്ലൂരിൽ വിട്ടു. ബന്ദിപ്പൂർ മുതുമല വഴി മസനഗുഡി റോഡിലേക്ക്. ഞാനൊരു പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ റോഡ് വന്നിട്ടുണ്ട്. അത് പക്ഷേ കാറിലായതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മസനഗുഡി റോഡ് ഒന്ന് വന്ന് ആസ്വദിക്കുന്ന വേണം, അതും ബൈക്കിൽ. ആനിമൽസായിട്ടൊക്കെ ഈ റൂട്ടിൽ കുറവാണ്. എനിക്ക് കുറച്ച് മാനുകളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബന്ദിപ്പൂർ മുതമല ഫോറസ്റ്റിൽ ആനയും മാനും മയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ റൂട്ടിൽ ഏകദേശം 36 എയർപിൻ വളവുകളുണ്ട്. പിന്നെ നമുക്ക് ഈ വഴി ഊട്ടിയിലേക്ക് പോകാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഊട്ടി റെയിൽ സ്റ്റേഷനിലെ വണ്ടികൾക്ക് മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഊട്ടിയിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒന്ന് ഫ്രഷായി ഞാൻ നേരെ കിന്നക്കോര ചുടിച്ചു. കിന്നക്കോര ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ 1-2 ചായക്കട മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് വിടത്തില്ല. ആ വഴി ഊട്ടിയിലേക്ക് പെട്ടെന്ന് എത്താമെന്നൊക്കെ പറയുന്നുണ്ട്. കിന്നക്കോര പോകുന്ന റൂട്ട് അതാണ് അതിൻ്റെ രസം. ചെറിയ കാടും തേയിലത്തോട്ടങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ചെറിയ മഴയും കാറ്റും കോടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാറ്റും മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചെറിയ മഴയും മഞ്ഞും നല്ല കാറ്റും ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ട്. സാധാരണ ഊട്ടി പോകുമ്പോൾ സ്ഥിരം കലാപരിപാടികളായിട്ടുള്ള ടീ ഫാക്ടറി, ലേക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, തേയിലത്തോട്ടത്തിലെ ഫോട്ടോഷൂട്ട് ഇതൊക്കെയാണ് പതിവ്. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്ട് എന്നിട്ട് ഊട്ടിയുടെ ഉൾഗ്രാമങ്ങളിലേക്കൊന്ന് പോകണം. ആ പോകുന്ന വഴി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ആ യാത്ര ബൈക്കിലും കൂടിയാണെന്നുണ്ടെങ്കിലോ പൊള്ളിയായിരിക്കും. സാധാരണ 3 തരത്തിലുള്ള ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന് തിരക്ക് പിടിച്ച് ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവർ. 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നവർ. 3ാമത്തെ ആൾക്കാരാണ് പൊളി. അവർക്ക് സമയമോ ഡെസ്റ്റിനേഷനോ റൂട്ടോ മഴയോ വെയിലോ ഒന്നൊരു പ്രശ്നമല്ല. ആ യാത്ര അവരങ്ങനെ ആസ്വദിച്ച് പോകും. എൻ്റെ ഈ റൈഡ് അതുപോലത്തെ ഒന്നായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ വണ്ടിയോടെ നിർത്തും. എന്നിട്ടത് മതി വരുവോളം ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു. ഊട്ടി ടു കിന്നക്കോര ഏകദേശം 52 കിലോമീറ്ററാണ്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും അത് ഫുൾ റൈഡ് ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 3 മണിക്കൂർ കൊണ്ടാണ് ഊട്ടിയിൽ നിന്ന് കിന്നക്കോര എത്തിയത്. കിന്നക്കോര പോകുന്ന വഴിയിൽ ചെറിയ വെള്ളച്ചാട്ടം. ഞാൻ വണ്ടിയോടെ നിർത്തി കൈ മുകളിൽ കഴിക്കുന്ന ഫ്രഷായി. പിന്നെ ഈ റൂട്ടിൽ കാട്ടികൾ ഒരുപാടുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലും റോഡിലും റോഡിൻ്റെ സൈഡിലും പിന്നെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ ഇവന്മാരങ്ങനെ മേഞ്ഞ് കിടക്കുന്നുണ്ടാവും. സാധാരണ നമ്മൾ മുതുമല ബന്ദിപ്പൂർ ഫോറസ്റ്റിലൊക്കെ കാട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒച്ച ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർ വേഗം ഉള്ളിലേക്ക് വലിയും. പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയില്ല, ഇവന്മാർ വണ്ടിയുടെ ഒച്ച ഇട്ടൊന്നും ഒരു അനക്കില്ല. നല്ല നെഞ്ചും പിരിച്ചിങ്ങനെ എന്താ പറയുക തേയിലത്തോട്ടത്തിലും റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ മേഞ്ഞ് കിടക്കുക. വലിയ ഉപദ്രവകാരികളൊന്നെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ആവേശത്തെ കയറി ഇവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുത്ത് കെട്ടി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഒരു അകലൊക്കെ പാലിക്കാം. പിന്നെ ഈ യാത്രയിൽ ഒരു വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിന്നക്കോര പോകുന്ന വഴി ഒരു വളവിലൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ നല്ല കാറ്റാണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഞാനവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഷെഡിനകത്തേക്ക് കയറി. ഇതിനകത്ത് ചുമരിലുള്ള കലാപരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക സങ്കടമായി പോകും. അത്രയും നല്ലൊരു ലൊക്കേഷനിൽ അത്രയും നല്ലൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഈ കാര്യങ്ങളെ കൊണ്ട് ഓരോന്ന് എഴുതി വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ സങ്കടമാകും. അത് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ മലയാളികളുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. ഈ മാതിരി ഉത്സിത പരിപാടികൾക്ക്
ചെയ്യാണ്ടിരിക്കുക. ഈ റൂട്ടിലെ വേറൊരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ്. അൺപ്രഡിക്റ്റബിളാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോൾ മഴയും മഞ്ഞും കൂടി ആയിരിക്കും. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ബൈക്കിലിങ്ങനെ യാത്ര പോകുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖമാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. കാറ്റും മഴയും മഞ്ഞൊക്കെ കൊണ്ട് ഞാനങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു.